ചില മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ആഘോഷങ്ങളൊന്നാണ് മുഹറം. അതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രദക്ഷിണ പരിപാടി. ഇതിൽ ശ്രീനഗറിൽ നടത്തിയ പ്രദക്ഷിണ പരിപാടിയിൽ ഹസൻ നസറുള്ളയുടെ ഒപ്പം ആയത്തുള്ള അലി ഖാമനയുടെ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ പ്രദക്ഷിണം നടത്തി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് പെട്ടെന്ന് നടന്ന സംഭവമാണ്? അതായത് മുഹറം പ്രദക്ഷിണത്തിൽ ശ്രീനഗറിൽ 4-ാം തീയതി അതിൻ്റെ തുടക്കമാണല്ലോ. അതെ, ഇറാൻ്റെ പതാകകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഹിസ്ബുല്ലയുടെ പതാക ഉണ്ടായിരുന്നു. ഖമനയുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരൊക്കെ ഇല്ലേ, നേരത്തെ സിറിയ ആ സമയത്തുമൊക്കെ ഉള്ള ഈ ഇറാൻ്റെ കമാൻഡർമാരുടെ, നേരത്തെ സുലൈമാനിയൊക്കെ ഇല്ലേ ബുദ് ഫോഴ്സിൻ്റെ തലവനൊക്കെ ആയിരുന്ന, ഇങ്ങനെ ഇറാൻ രക്തസാക്ഷികൾ ശുഹദാക്കളായ കമാൻഡർമാരുടെ ചിത്രങ്ങളുമൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഈ നസ്രള്ളയുടെ ചിത്രമൊക്കെയുള്ള കൊടികളുമൊക്കെ, ഹസൻ നസ്രള്ളയുടെ അത്തരം ഹിസ്ബുല്ലയുടെ, അതായത് ഒരു വശത്ത് ഇറാൻ്റെ പതാക, ഖമനയുടെ ചിത്രം, പിന്നെ ഇറാൻ സഹായിച്ചിരുന്ന ഈ നിഴൽ സേനകളുണ്ടല്ലോ, ആ സേനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൊടി, അതുമായി ബന്ധപ്പെട്ടവരുടെ ചിത്രങ്ങൾ, ഇതൊക്കെയാണ് ഉയർത്തിയിരുന്നത്. ഇത് ഒരു ഷിയാകളുടെ പ്രദക്ഷിണം ആയിരുന്നു സ്വാഭാവികമായിട്ടും. ഇറാൻ ഷിയ രാജ്യമാണല്ലോ. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രദക്ഷിണത്തിനൊക്കെ മുമ്പ് പല സ്ഥലത്ത് ഇത് ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പോലീസ് ഇളക്കി കളഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത്, പ്രദക്ഷിണത്തിൻ്റെ അകത്ത് പിന്നെയും ചിത്രങ്ങൾ വന്നു. എന്നിട്ട് അതിൽ ഇറാൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീനഗറിൽ മാത്രമല്ല, ബുദ്ഗാമിലും ഈ മുഹറം പ്രദക്ഷിണത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഖമനയുടെ ചിത്രം. അപ്പം മുമ്പ് നമ്മൾ കണ്ടിരുന്ന എന്താണ്, ഹമാസ് അനുകൂല പ്രകടനങ്ങളാണല്ലോ. അമേരിക്കയിലും ചില സർവകലാശാലകളിലും ഒക്കെ ഹമാസ് അനുകൂല പ്രകടനങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണല്ലോ ഈ ഹാർവാർഡ് പോലെയുള്ള സർവകലാശാലകളൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ഗ്രാൻഡ് വെട്ടിക്കുറക്കുകയും ചില പിള്ളേരെയൊക്കെ പിടിച്ച് തടവിലാക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ, ഡിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു, ഇല്ലേ, പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതോ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനിയൊക്കെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3-ാം തീയതിയാണ് നസ്രള്ളയുടെ ചിത്രം പൊതുസ്ഥലങ്ങളിൽ ഒട്ടിച്ചിരുന്നത്. അത് നീക്കി ശ്രീനഗറിന് തൊട്ട് പുറത്ത് മഖാമിലെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഈ വിലാപക്കാര് ഒത്തുകൂടി, പ്രദക്ഷിണത്തിലെ വിലാപക്കാര്, ഇസ്രയേൽ ഇറാന് വേണ്ടിയും നസ്രള്ളയ്ക്ക് വേണ്ടിയും ഹിസ്ബുല്ലയ്ക്ക് വേണ്ടിയും വിലാപം നടത്തുന്നവർ കൂടി ഈ മഖാം എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ, ശ്രീനഗറിൻ്റെ ഔട്ട്സ്കേർട്സിലാണ്, തൊട്ട് പുറത്ത്. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയിൽ ഇവർ ഹസൻ നസ്രള്ളയുടെ ചിത്രം ഒട്ടിച്ചു, പോലീസ് സ്റ്റേഷൻ ഭിത്തിയിൽ. അപ്പോൾ എന്തൊരു ധൈര്യമാണ്, ധാർഷ്ട്യം, ധിക്കാരം ഒക്കെയാണ്. ധൈര്യം മാത്രമല്ലല്ലോ, അവർ എന്ന് പറഞ്ഞാൽ നിയമത്തിനെയൊക്കെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരു കൂട്ടം അവിടെ ഉണ്ട് നർത്തം, ശ്രീനഗറിൻ്റെ ആ ഭാഗത്ത്, അതായത് വാലിയിൽ, താഴ്വര അവിടെ. അപ്പോൾ മുഹറം 8-നാണ് ഷിയാകൾ ഈ ശ്രീനഗറിൽ, മുഹറം 8-നാണ് ശ്രീനഗറിൽ പ്രദർശനം നടത്തിയത്. മുമ്പ് ഇത്തരം മുഹറം പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ അനുമതി പിന്നീട് പിൻവലിച്ചിരുന്നു, കശ്മീർ ശാന്തമല്ലാത്തതുകൊണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് മുഹറം പ്രദക്ഷിണം നടക്കുന്നുണ്ട് അവിടെ. ഗുരു ബസാറിൽ നിന്ന് ദാൽ ഗേറ്റ് വരെ ആണ് ഈ പ്രദക്ഷിണം നടക്കുന്നത്. ജഹാംഗീർ ചൗക്ക്, ലാൽ ചൗക്ക്, തങ്കിപ്പുറ, മൗലാന ആസാദ് റോഡ് വഴിയാണ് ഇത് പോയി ദാൽ ഗേറ്റിൽ അവസാനിക്കുന്നത്. ഇത് 1990-കളിൽ ഈ വലിയ ഭീകരത അവിടെ വാണല്ലോ. അതെ, 1990s പാകിസ്ഥാൻ അനുകൂല ഒരുപാട് ഭീകര സംഘടനകളൊക്കെ. അടുത്ത കാലത്തല്ലേ അത് ശാന്തമായുള്ളൂ. ആ സമയത്ത് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണവും നടന്നിരുന്നല്ലോ. ഇന്ത്യക്കാരല്ലാത്ത കുറെ ആൾക്കാർ കയറിയിട്ട് നമ്മുടെ പട്ടാളക്കാരെ കൊല്ലുക, ഉപദ്രവിക്കുക. അതെ, 1987 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബൂത്ത് പിടിച്ചു.
ജമാഅത്തെ ഇസ്ലാമി ഒന്നും അധികാരത്തിൽ വരരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബൂത്ത് പിടിച്ചു എന്നൊരു ഇന്റർവ്യൂവില് ശശി തരൂർ ഒരു വിദേശ പത്രപ്രവർത്തകനോട് ഈ കാര്യം തുറന്നു പറഞ്ഞിരുന്നു. അന്ന് കോൺഗ്രസ് ചെയ്തു ഞങ്ങൾ 1987 ബൂത്ത് പിടിച്ചാണെന്ന്. അപ്പോൾ 1990കളിൽ പാകിസ്ഥാൻ പിന്തുണച്ച ജിഹാദിന് ശേഷം ഈ മുഹറം പ്രദർശനം നിരോധിച്ചിരുന്നു. അത് അക്രമാസക്തമൊന്നും ആകണ്ട എന്ന് വിചാരിച്ചിട്ട് ആ നിരോധനം പിൻവലിച്ചത് 2023 എന്നിട്ട് ഇപ്പൊ 2025 ആയപ്പോ ഇങ്ങനെ നടന്നിരിക്കുന്നു. അത് 2 വർഷം കൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് മാറി. ഖമനയുടെ ചിത്രം, അത് ഹസൻ നസ്രല്ലയുടെ ഒക്കെ ചിത്രമൊക്കെ വെച്ചിട്ടല്ലേ പിന്നെ ഒരു ഭീകര സംഘടന നടത്തിയിരുന്നു. ഹസൻ നസ്രല്ലയ്ക്ക് പൈസ കൊടുത്തിരുന്നത്, ഹമാസിന് പൈസ കൊടുത്തിരുന്നത് ഒക്കെ. ഇതിൽ പിന്നെ ഹമാസ് ഇല്ല, കാരണം സുന്നികളല്ലല്ലോ ഈ പ്രദർശനം നടത്തിയത്, ഷിയാകളുടെ നേതാക്കളുടെ ആണ് ഈ ചിത്രമൊക്കെ വെച്ചിരുന്നത്. ഖമനി, ഹസൻ നസ്രല്ല, സുലൈമാനിയെ പോലത്തെ കമാൻഡർമാരുടെ ഒക്കെ. ഇപ്പോഴും ചില ആളുകൾ കൊല്ലപ്പെട്ടില്ലേ ഇസ്രയേലിയുടെ ആക്രമണത്തില്? ചിലര് IRGCയുടെ നേതാക്കന്മാരൊക്കെ തലപ്പത്ത് നിൽക്കുന്നവരൊക്കെ കൊല്ലപ്പെട്ടല്ലോ. ഇവരുടെയൊക്കെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. സാർ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ കുറേ നാളുകൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇറാനിലെ ഖമനയെ അനുകൂലിക്കുന്ന ആളുകൾ ഭയങ്കര സന്തോഷമാണ്, കരഘോഷത്തോടെ സ്വീകരിക്കുന്നതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജമ്മു കാശ്മീരിലും അതേ മൈൻഡുള്ള, അതേ നിലവാരമുള്ള, അല്ലെ അതേ പിന്തുണയുള്ള കുറേ അധികം ആളുകളുണ്ടെന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന കൂടിയുള്ള ഒരു കാര്യമല്ലേ? അത് ആ ഭയം മാത്രമല്ലല്ലോ, POKയിൽ ഹമാസിന്റെ നേതാക്കൾ വന്നില്ലേ? കാരണം അവിടുത്തെ ഈ സ്ഥാപക ദിനോ മറ്റോ വിക്ടറി ഡേയോ എന്തോ അവര് കൊണ്ടാടി കഴിഞ്ഞപ്പോ വണ്ടികളുടെ അകമ്പടിയോടുകൂടി ഹമാസിന്റെ നേതാക്കൾ ആദ്യമായിട്ട് POKയിൽ വന്നു, പാകിസ്ഥാൻ. അതുപോലെ തന്നെ ഹമാസ് പലസ്തീനിൽ നിന്ന് ആളുകളെ പലായനം ചെയ്യുന്നുണ്ടല്ലോ, പല ആളുകളും. അപ്പൊ അവര് തുർക്കി പോയിട്ട് പിന്നെ കുറെ ആളുകളെ ഞങ്ങൾ എടുത്തോളാം എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടേ 15% ആളുകളെ മറ്റോ ഇല്ലേ ഹമാസ് ഭീകരരെയൊക്കെ ഞങ്ങൾ എടുത്തോളാം എന്ന്. മാത്രല്ല, ഇന്ത്യയുമായിട്ടുള്ള ഈ 3 ദിവസത്തെ യുദ്ധത്തിലെ തുടക്കത്തിൽ ഹമാസ് ഇസ്രയേലിലെ ആക്രമണം നടത്തിയ അതേ മാതൃകയിലായിരുന്നല്ലോ ആക്രമണം. ഡ്രോണുകളുടെയും പഹൽഗാം മാത്രല്ല, അതിനുശേഷം യുദ്ധം തുടങ്ങിയപ്പോൾ ഡ്രോണുകളുടെ ഒരു ആക്രമണം നടന്നു ഇന്ത്യക്കെതിരെ ആദ്യം. ആ ആക്രമണവും ഈ ഇസ്രയേലില് ഹമാസ് നടത്തിയ ആക്രമണം പോലെ ആയിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനില്, അതായത് ഹമാസിന് നല്ല ശീലമാണല്ലോ ഈ യുദ്ധം. അപ്പൊ അത് പാകിസ്ഥാൻ ചെയ്യുന്നതും സാധാരണഗതിയിൽ ISI ഈ ഹാഫിസ് സയ്യിദിനെയും ഒക്കെ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയ്ഷെ മുഹമ്മദിനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം നടപടികൾക്ക് പറ്റിയ സംഘടനയാണ് ഈ ഹമാസ്. അപ്പോൾ ഹമാസിൻ്റെയും കൂടി ഇൻവോൾവ്മെന്റ് പല കാര്യങ്ങളിലും ഉണ്ടോ എന്നൊക്കെ സംശയത്തക്ക വിധത്തിൽ പാകിസ്ഥാനിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കശ്മീരിൻ്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ അതിർത്തിക്കപ്പുറം, അതിർത്തിയിൽ നിന്നാണ് ഇങ്ങോട്ടും വരുന്നത്. അപ്പോൾ 2 തരത്തിലാണ് ഇല്ലേ ഭീകരത വരുന്നത് കശ്മീരിൽ. ഈ ജമ്മു കാശ്മീരിൽ ഈ ഭീകരന്മാർ പണ്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഈ NDA സർക്കാരൊക്കെ വന്നപ്പോൾ അവിടെ അതിനെ അടിച്ചമർത്തി. ഇനി പിന്നെ ഭീകരവാഴ്ചയൊക്കെ അവസാനിപ്പിച്ചു, അവർക്ക് കോളേജിൽ പോകാനും ജോലിക്കൊക്കെ സൗകര്യമൊരുക്കി. പക്ഷേ ഇപ്പോഴും അതിൻ്റെ കുറേ വിത്തുകൾ അവിടെ ഉണ്ട് എന്നല്ലേ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്? അതാണ് പ്രത്യേകിച്ച്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്വര എന്ന് പറയില്ലേ, കശ്മീർ വാലി, അതാണല്ലോ ശ്രീനഗർ, ജമ്മു അല്ലല്ലോ വാലി. അപ്പോൾ വാലിയിലാണ് ഈ ഭീകരതയൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. കാരണം ജമ്മു പണ്ഡിറ്റുകളുടെ ഒരു സ്ഥലമാണല്ലോ പ്രധാനപ്പെട്ടത്. മറ്റേ സ്ഥലത്താണ് മുസ്ലിം പോപ്പുലേഷൻ ധാരാളമായിട്ട് വരുന്നത്. അവിടെയൊക്കെ പല ഗ്രാമങ്ങളിലും, പ്രത്യേകിച്ച് കത്വ അവിടെ 30 വർഷം ആയിട്ട് ഭീകരതയുമായിട്ട്, എന്ന് പറഞ്ഞാൽ 30 വർഷം പഴക്കമുള്ള ഭീകരവാദികളൊക്കെ കത്വ മേഖലയിലൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗ്രൗണ്ട് സപ്പോർട്ടില്ലേ, ഗ്രാമവാസികളുടെ പിന്തുണ അവർക്കുണ്ട്. ആ ഭാഗങ്ങളിലൊന്നും മുഴുവനായിട്ട് അമർച്ച ചെയ്ത് പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ മറ്റേ ശ്രീനഗറിൻ്റെ അടുത്തുള്ള ഈ ബദ്ഗാമിൽ ഇപ്പോഴും പലപ്പോഴും ആക്രമണം നടക്കുന്നതായിട്ട് വരാറുണ്ട്. അതിൻ്റെ ആ പേര് വരാറുണ്ട്. അവിടെയാണല്ലോ ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
വാലിയുടെ പല ഭാഗത്തും ഭീകരത അവസാനിച്ചിട്ടൊന്നുമില്ല. അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിച്ചില്ല എന്നുള്ളതിന്റെ തെളിവായിരുന്നല്ലോ പഹൽഗാം അതെ തന്നെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാജിപ്പീർ ചുരം മുമ്പ് നമ്മുടെ കയ്യിലായിരുന്നു. അപ്പോൾ അത് പിന്നെ 1948 പാകിസ്ഥാൻ ആക്രമിച്ചിട്ട് എടുത്ത സ്ഥലമാണല്ലോ POK എന്ന് പറയുന്നത്. അപ്പൊ ആ മലനിര, ഗുഹയും അല്ലേ, കാടും ഒക്കെ ആയിട്ടുള്ള, മലയും ഒക്കെ ആയിട്ടുള്ള പ്രദേശം പാകിസ്ഥാന്റെ കയ്യിലാണിപ്പോ. അപ്പോൾ അത് അവർക്ക് ഭീകരതയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലായിപ്പോയി. മുമ്പ് നമ്മുടെ കയ്യിലായിരുന്നു അത്. താഷ്കന്റിൽ വെച്ച് കരാർ ഒപ്പിട്ടല്ലോ ലാൽ ബഹദൂർ ശാസ്ത്രി. ആ സമയത്ത് തൽസ്ഥിതി പുനഃസ്ഥാപിക്കാൻ നമ്മള് സ്ഥലങ്ങളൊക്കെ പിടിച്ചിരുന്നു. ഈ ഹാജിപ്പീർ ചുരം നമ്മൾ പിടിച്ചിരുന്നു. പക്ഷെ പിന്നീട് വിട്ടുകൊടുക്കുക ചെയ്തത് ഈ താഷ്കന്റ് കരാർ. എന്നിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെടുകയും ചെയ്തു. അതാണ്. അപ്പോൾ ഭീകരത കശ്മീരിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ഈ സംഭവത്തോടു കൂടി വീണ്ടും വേറൊരു തരം ഭീകരത, സുന്നി ഭീകരതയല്ല, ഷിയ ഭീകരത എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.